ലേറ്റ് ആയി പോയോ? വൈകിയപ്പോ സത്യത്തിൽ ഞങ്ങളെ ചതിച്ചു എന്നാ കരുതിയത്. ഇപ്പോഴാ ശ്വാസവും നേരെ വീണത്. രാധയെ കാണാതായപ്പോ രവീനാകെ ടെൻഷനിലായി. വരുന്ന വഴിയിൽ കൂടെ എന്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു. അവളെ ഒഴിവാക്കിയെടുത്തപ്പോ അല്പം ലേറ്റ് ആയി പോയി. എവിടെ മണവാട്ടി? മണവാട്ടി ആയിട്ടില്ലല്ലോ. രാധികയുടെ ഒപ്പം കൂടി കിട്ടിയാലേ മണവാട്ടിയാകൂ. ഞങ്ങൾ രാഘവാരത്തിന് മുമ്പ് ചടങ്ങൊക്കെ നടത്തി വെച്ചു. ഇനി രാധികയുടെ ഫിറ്റ്നസ് കൂടി മാത്രം കിട്ടിയാൽ മതി. പ്ലീസ് വരൂ. സാർ, രാധിക എത്തി. അതിനെന്താ, ഒപ്പിട്ടോളൂ. ഇവിടെ പ്ലീസ്. ഞങ്ങൾ ഒരുക്കിയൊരു കെണിയായിരുന്നു അത്. അപമാനിക്കപ്പെട്ട എന്റെ മനസ്സിന്റെ പകയിലും പ്രതികാരത്തിലും ഞാൻ തീർത്ത കെണി. പണം കൊണ്ട് ഞാനതിന് ബലം കൊടുത്തു. ഞങ്ങൾ വിചാരിച്ചതിലും എളുപ്പം അവൾ വീഴുകയും ചെയ്തു. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 1 മാസത്തിലേറെ സമയമെടുക്കുമായിരുന്ന വിവാഹം ഞാൻ പണമെറിഞ്ഞ് 2 ദിവസം കൊണ്ട് നടത്തി. സുരേഷും രവീണയും തമ്മിലുള്ള വിവാഹത്തിന് സാക്ഷിയായി ഒപ്പിട്ട രാധയെ അറിഞ്ഞേയില്ല. അവളും സുരേഷും തമ്മിലുള്ള വിവാഹ കരാറിലാണ് ഒപ്പിട്ടതെന്ന്. മാസം 3000 രൂപ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥന് ഞാൻ വലിച്ചെറിഞ്ഞ് 20,000 രൂപ ഒരു വലിയ തുകയായിരുന്നു. അതിനുള്ള ജോലി അയാൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്തു. ഉണ്ണി, അതുകൊണ്ടൊന്നും എന്റെ വാശി തീർന്നില്ല. ഒരു ഔട്ട്സൈഡറായ താൻ കോളേജിൽ കയറി പോക്കറ്റ് കാണിക്കുന്നു. സോറി സാർ, ഐ ആം ആൻ ഔട്ട്സൈഡർ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സാർ കേൾക്കണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം സാർ. ഈ കോളേജിലെ സ്റ്റുഡന്റ് ആയ രാധയും ഇവനും തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഒരുപക്ഷെ കോളേജിലെ സ്റ്റുഡൻസ് ആയ മറ്റെല്ലാവർക്കും തന്നെ അറിയാം. ഇവന്റെയൊക്കെ ഇഷ്ടപ്രകാരം ഇവരുടെ രജിസ്റ്റർ മാരേജ് ഞാൻ തന്നെ നടത്തി കൊടുക്കുകയും ചെയ്യും. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നോക്കണം സാർ. ഇവരുടെ രജിസ്റ്റർ മാരേജ് നടന്ന സർട്ടിഫിക്കറ്റ്, ആ സമയത്ത് എടുത്ത ഫോട്ടോ, സി എല്ലാവരും നോക്കണം. സാർ, കല്യാണം കഴിഞ്ഞ് ഒരു രാത്രി ഇവർ ഒരുമിച്ച് താമസിച്ചു. എന്നിട്ടിപ്പോ ഈ ബാസ്റ്ററിന് അവളെ വേണ്ടെന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് പാവം കുട്ടിയെ കൈയൊഴിയാൻ നോക്കുന്ന തൊട്ടുപോലെന്നെ. രാധികയെ ഞാൻ സ്നേഹിച്ചതും രജിസ്റ്റർ വിവാഹം ചെയ്തതും സത്യമാണ്. പക്ഷേ അതൊരു ചതിയായിരുന്നു. ഇവൻ ചെയ്ത ചതി. ഇവൾക്കും ഇവനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇവന്റെ ഉപയോഗം കഴിഞ്ഞപ്പോ ഇവളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. ആരുടെയും എച്ചിൽ നിന്നേണ്ട ഗതികേട് എനിക്കില്ല. അതിന്റെ ആവശ്യവും എനിക്കില്ല. ഇനി നിങ്ങൾ എല്ലാവരും പറയണം സാർ, ഇവളെ ഞാൻ സ്വീകരിക്കണോ? പറയൂ ജയ, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? പറയൂ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പറയൂ, tell me. അത് പിന്നെ കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടായി കാണും. അതൊക്കെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് തുറന്നു പറയാൻ പറ്റുമോ? ആ സംഭവത്തിന് ശേഷം ഇന്നാണ് അവളെ വീണ്ടും കാണുന്നത്. അന്ന് ഫോണിൽ അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തമ്മിൽ കണ്ടേ തീരുന്നു. മതി വിവരിച്ചത്. എന്ത് കാരണം കൊണ്ടാലും ശരി, ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല.
നീ നിന്റെ ഫ്രണ്ട് ചെയ്ത് തെമ്മാടിത്തരമാണ്. തെറ്റും ശരിയും കണ്ടുപിടിച്ചൊരു ജഡ്ജ്മെന്റ് നടത്താനല്ല നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനാ. എന്നാ പറയട്ടെ, ഇന്ന് നമ്മൾ കണ്ടത് ആ പഴയ രാധിക അല്ല. ആയിരുന്നെങ്കിൽ നമ്മളെ ആട്ടിയിറക്കി വിടൂലായിരുന്നോ? ഇതെന്തൊരു നാണമായിരുന്നു ആ മുഖത്ത്. ഇല്ല, ഇത് അവള് തന്നെ. ആ മുഖം അത്ര പെട്ടെന്നൊന്നും എന്റെ മനസ്സിൽ നിന്ന് മായില്ലടാ. എനിക്ക് വേറെ ഒന്നും വേണ്ട. നീ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കി തന്നെ പറ്റൂ. അല്ലെങ്കിൽ അവൾ എന്നോട് പ്രതികാരം ചെയ്യൂടാ. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്, നീ പറഞ്ഞത് ശരിയാ. അവള് പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു. പൂലൻ ദേവി അവള്. അന്ന് തൊട്ട് നിന്നെ ഞങ്ങൾ തെരഞ്ഞു നടക്കുകയായിരുന്നടാ. അതെ, ഇവനൊരു അബദ്ധം പറ്റിപ്പോയതാ. അന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ ഞാനൊന്നും ഇല്ലായിരുന്നു. അത് ഇവനും രാധികയും തമ്മിൽ തീർത്തോളും. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. രാധികയോ? ഏത് രാധിക? ഇത് ലക്ഷ്മിയുടെ കാര്യമാ. ഏതാടാ ലക്ഷ്മി? സത്യം പറ, നീ വേറെ ഒന്നിനെ നശിപ്പിച്ചോ? ഇത് എന്റെ സ്ഥിര ഏർപ്പാടാണെന്ന് തോന്നുന്നത്. എന്റെ പൊന്നിയുടെ കാര്യം പറഞ്ഞിട്ട് തല്ലിച്ചതയ്ക്ക്. ഏത് ലക്ഷ്മിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ ഒരു ലക്ഷ്മിയെ നശിപ്പിച്ചിട്ടില്ല. നീ തല്ലിപ്പൊളിച്ച ലക്ഷ്മി ബസിന്റെ കാര്യമാ. ഇപ്പൊ മനസ്സിലായോ? ഉണ്ണി, ഇത് പെണ്ണ് കേസ് അല്ലടാ, ബസ് കേസ്. നോക്കി നിൽക്കാതെ ഇടിച്ച് കയറിക്കൊടാ. കുറച്ച് കാലമായിട്ട് ഞാൻ നിന്നെയൊക്കെ തിരക്കി നടക്കുകയായിരുന്നടാ. താങ്ക് യു. നടക്കണം. ചാരക്കേസിൽ പ്രതിയാക്കാൻ 3 പേരുടെ കുറവും കൂടി ഉണ്ടായിരുന്നടാ. നടക്കണം.